ശ്രീ സിദ്ദിഖിന് എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ട് കാണും. രാഹുൽ ഈ പറയുന്ന കാര്യം ഞാൻ ചില കാര്യങ്ങൾ യോജിക്കുന്നുണ്ട്. ഇപ്പൊ സിദ്ദിഖയുടെ കാര്യം പറഞ്ഞു, കുറെ പേരുടെ കാര്യം പറഞ്ഞു. ഒരു സ്ത്രീ വന്ന് 9 പേരെ 10 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് 11 പേര് ബാലേന്ദ്രമേനോന്റെ ഉൾപ്പെടെ പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ പേര് പറഞ്ഞു പുതിയ SIT രൂപീകരിക്കുന്നു, ഇവർക്കെതിരെ കേസ് ഇടുന്നു, FIR-ലേക്ക് വരെ പോകുന്നു. എന്നിട്ട് ഇത് തെളിഞ്ഞു വരുമ്പോൾ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് പോലീസ് ഈ സ്ത്രീകൾക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് നേരിട്ടും കോടതിക്ക് ഇടപെടാമല്ലോ. കോടതികൾ അല്ല, നേരിട്ട് ഇടപെടാമല്ലോ. കോടതികളെ വിമർശിക്കാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കേട്ടോ. അല്ല, അഭിഭാഷകനായിട്ട് പറയാം, ഞാൻ നിയമ വിദഗ്ധനല്ല. കഴിഞ്ഞ വർഷം തീർന്നേ ഉള്ളൂ, അതിന്റെ ബാലാരിഷ്ടതകളുണ്ട്. അങ്ങനെയല്ല, അതുകൊണ്ട് അങ്ങ് പറയുന്നതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ യോജിക്കണമെന്നാണ് ആഗ്രഹം. അതായത് കോടതികൾ ശരിക്കും ഇടപെടേണ്ടതും കോടതികൾ പരാമർശം നടത്തേണ്ടതുമാണ് എന്റെ അഭിപ്രായം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോടതികൾക്ക് എന്നോട് വിരോധം ഉണ്ടായിരുന്നു. കോടതി അല്ലാതെ വേറെ ആരോട് പറയാനാണ്? വേറെ ആരോട് നമ്മൾ പോയി പറയാനാണ്? ഇപ്പൊ പേര് പറയുന്നതിന് വിരോധമില്ലെങ്കിൽ നമ്മുടെ അരുണിന്റെ കേസ്, നമ്മുടെ റിപ്പോർട്ടറിലെ അരുണിന്റെ കേസ്. അരുൺ ആ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിച്ചു പോലുമില്ല. അരുൺ ഷാബാസിനോട് അടുത്ത ദിവസം ചോദിക്കുകയാണ്, ഡേയ് നീ കണ്ടോ, മോർണിംഗ് ഷോയ്ക്ക് ചോദിക്കും, നീ കണ്ടാ? കാണാതാണ് നല്ലത് കേട്ടാ. അബ്സല്യൂട്ട് തമാശ ഉള്ള സാധനം പോട്ടെ. അരുണിനെ 1-ം പ്രതിയാക്കി കേസെടുത്തു. അതായത് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയും സോക്കോൾഡ് റൊമാൻറ്റിക് സീൻ എന്നൊക്കെ പറയുന്ന സീൻ മറ്റൊരാളാണ്. അല്ല, ആരും അങ്ങനെയാണെങ്കിൽ. പക്ഷെ അരുണെ ഇട്ട് കേസെടുത്തത് എന്താ? കോടതി കൃത്യമായിട്ട് ചോദിച്ചു, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുത്തത്? നമ്മുടെ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കോടതിക്ക് റിക്വസ്റ്റ് ചോദിച്ചു. കോടതി ചോദിച്ചു, മീഡിയക്കാരെ കാണിക്കാനല്ലേ പോകണ്ട? ഇയാൾ അതായത് കീഴടങ്ങാൻ വരുന്ന വിജയബാബുവിനെ അങ്ങോട്ട് പോയി അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. മീഡിയയെ കാണിക്കാനും ഡ്രാമ ഉണ്ടാക്കാനുമാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് അതിലെ വിഷമം. ഇതിന്റെ പ്രശ്നം എന്താ അറിയും? ഇതുകൊണ്ട് എന്ത് പറ്റുന്നു നോക്കാം. ഇതുകൊണ്ട് ഈ ആണുങ്ങൾക്ക് എന്നും ജീവിതത്തിൽ ട്രോമ ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു. ഇത് ഞാൻ പറഞ്ഞുകൂടാന്ന് മുമ്പ് എന്നോട് വിജയബാബു പറഞ്ഞിട്ടുള്ളത്, എന്നാലും നിങ്ങളോട് പറയുകയാണ്, അത് അറിഞ്ഞിരിക്കാന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരം വിജയബാബുവിന്റെ, നിവിൻ പോളിയുടെ അല്ലെങ്കിൽ ദിലീപിന്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ വിജയബാബു എന്നെ വിളിച്ചു പറഞ്ഞു, രാഹുലെ ഒരു കാര്യമുണ്ട്, എപ്പോഴെങ്കിലും അദ്ദേഹത്തെ അറിയുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, എൻ്റെ പേര് പറയണ്ട. ഞാൻ പറഞ്ഞേ, വിജയബാബുജി നിങ്ങൾ നമുക്ക് വേണ്ടി പോരാടി ജയിച്ചു എന്നല്ലേ പറയണേ, പോസിറ്റീവായിട്ടല്ലേ പറയണേ? പുള്ളി പറയാണ്, എനിക്കും എൻ്റെ ഫാമിലിക്കും അത് കേൾക്കുമ്പോൾ എന്തോ പേടിയും ട്രോമയുമാണ്. ആ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ വേദനയും വിഷമവുമാണ്. പുള്ളി എന്നെ ജോർജി എന്ന് വിളിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ ജോർജി എന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അതായത് വിജയബാബു ജീവിച്ചില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് പോരാടിയില്ലെങ്കിൽ അങ്ങയ്ക്ക് മാത്രമാണ് നഷ്ടം. കാര്യം മറുഭാഗത്ത് നിൽക്കുന്ന ആ കുട്ടിയെ വലിയ കലാകാരിയാണ്, സംബന്ധിച്ചൊന്നുമില്ല, നല്ല നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഏതോ ഒരു സിനിമയുടെ കാര്യത്തിൽ തമ്മിൽ തർക്കമുണ്ടായി. ആ സിനിമയുടെ നായികയെ പോയി ചീത്ത വിളിച്ചു, ഈ വ്യക്തിക്കെതിരെ ഇട്ടു. അതായത് അത്രയും കാലം ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുകയും ഒരു വിഷയത്തിൽ തെറ്റുമ്പോൾ ഇയാൾ എന്നെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഓർമ്മയില്ലേ ആ കംപ്ലൈൻറ്റ്? പീരീഡ് ദിവസം എൻ്റെ വയറ്റിൽ തൊഴിച്ചു, റേപ്പ് ചെയ്തു. തൊഴിച്ചില്ല എന്നൊക്കെ എങ്ങനെ തെളിയിക്കും സാർ? അതാണ് അതിലെ പ്രശ്നം. ഇത് ലാർജറായിട്ടൊരു തീവ്ര ഫെമിനിസ്റ്റിന്റെ ആംഗിളും കൂടെയാണ്. അതായത് ഇപ്പം മാരിറ്റൽ റേപ്പ്, എന്നെ ഉദാഹരണം വെച്ച് പറയാം. എൻ്റെ ഭാര്യ ദീപ നാളെ ചെന്നിട്ട് ഡിവോഴ്സ് ആവില്ല അവണെന്ന് പറയാം, 20 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു. അതാണ് മാരിറ്റൽ റേപ്പ് ലോ കൊണ്ടുവരാൻ ചില ഫെമിനിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. 20 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ 7 വർഷം ജയിലിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആണെന്നോ അല്ലെന്നോ തെളിയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഭയങ്കര സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞ എല്ലാ ചാനലും ആക്രമിച്ചതാണ്. ഈ വിജയബാബുവും മറ്റേ അഭിനേത്രിയും കൂടെ ചില ഹോട്ടലിൽ പോയതിൻ്റെ തെളിവ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അല്ല, രാഹുൽ പറഞ്ഞു വെച്ചത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ വിജയബാബുവിൻ്റെ വിഷയമാണെങ്കിലും അത് തന്നെയാണ്. മറ്റേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംബന്ധം ബാലേന്ദ്ര മേനോന്റെ വിഷയത്തിൽ കോടതി ചോദിച്ചല്ലോ, ആണുങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ കോടതി ചോദിച്ച ചാണ്ടിസാറിന്റെ കാര്യം എത്രയോ കോടതി ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഒരു ചോദ്യം, അവിടെ പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ നമ്മളെ വേട്ടയാടുമ്പോൾ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ വേട്ടയാടും, എന്തുകൊണ്ട് ആ ഒരു വിധിക്ക് ഞാൻ അതുകൊണ്ട് ഏറ്റവും ഞാൻ കോടതിയെ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ബഹുമാനത്തോടെ പറയേണ്ടത് ഇപ്പൊ അങ്ങ് പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. കോടതികൾ ഇടപെട്ട് കുറച്ചുകൂടെ ശക്തമായി പറയണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ വരില്ല. അത് കോടതി അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഇന്ത്യയിൽ 2024 ഉണ്ടായി. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഏകദേശം 4 വർഷത്തോളം വ്യാജ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അവസാനം കോടതി വ്യാജ പരാതി എന്ന് കണ്ടെത്തിയപ്പോൾ ഇയാൾ എത്ര ദിവസം ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും കിടക്കണമെന്ന് കോടതി പറഞ്ഞു. അങ്ങനെയുള്ള വിധിന്യായങ്ങൾ കഴിഞ്ഞ വർഷം 2024 വന്നിട്ടുണ്ട്. അവിടെയാണ് ഇതടക്കം ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള പ്രൊപ്പോസൽ വളരെ ബാലൻസ്ഡ് ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീക്കാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോളുകളിൽ ഒന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പുരുഷൻ എനിക്കെതിരെ വന്നത് വ്യാജ പരാതിയാണെന്ന് റേസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീക്കാണ് അത് വാലിഡേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് പ്രഥമ ദൃഷ്ടിയെങ്കിലും ശരിയാണോ എന്നുള്ള റൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ജെൻഡർ ബാലൻസ് രീതിയാണ്. അതോടൊപ്പം ഒരു റിക്വസ്റ്റും കൂടെ, അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനും 1-2 ടോക്സ് നമുക്ക് 1-2 പറയാം എന്നുള്ള മാത്രമായ ആശയത്തിൽ നിന്നായിരിക്കും അങ്ങിട്ടത്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളിൽ ഒരു പോള് നടത്തുക. ആ പോൾ, അതായത് ഇപ്പോൾ ഓൺലൈൻ യൂട്യൂബിൽ പോളൊക്കെ ഉണ്ടല്ലോ, ഈ പോളിൽ ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരു ചോദ്യം ചോദിക്കുക. 75 മുതൽ 90% ആൾക്കാർ വേണമെന്ന് പറയുന്നത് ആശയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല,
ജീവിതത്തിലെ പ്രാരാബ്ധം കാരണമാണ്, ബുദ്ധിമുട്ട് കാരണമാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന പാലഭിഷേകവും പടക്കം പൊട്ടിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പലപ്പോഴും മീഡിയക്കാർക്ക് ഒരു കോമഡി ഫിഗറും തമാശയാണ്. ഞാനപ്പോൾ അതിലൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയും പാലഭിഷേകമൊക്കെ ചെയ്യാൻ പോണേന്ന്, നമുക്കൊരു കുറച്ചുകൂടെ ബൗദ്ധികമായി ചെയ്തുകൂടെ? അപ്പം പുള്ളി പറഞ്ഞ ഉത്തരവാണ്, കേട്ടിരിക്കേണ്ട ആൾ. സാറേ 150 ദിവസം ഞാൻ ജയിലിൽ കിടന്നു, വ്യാജ പരാതിയായിരുന്നു. ഞാൻ ജയിലിൽ നിന്ന് അവസാനം കോടതി എന്നെ, അതായത് ബെയിലായിട്ട് വിട്ടതല്ല, കോടതി കേസ് റദ്ദാക്കി ക്വാഷ് ചെയ്ത് വിട്ടു. ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. ഇന്നും എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് സംസാരിച്ചു എന്ന് വരുത്തുക മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. അവരാരും എന്നെ ഒരു കല്യാണത്തിന് വിളിക്കില്ല, പരിപാടിക്ക് വിളിക്കില്ല. എന്നെ കോടതി അക്വിറ്റ് ചെയ്തു, കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇല്ല, ഞാനിപ്പോൾ ഏതെങ്കിലും പുരുഷന് ജാമ്യം കിട്ടുമ്പോഴോ പോകുമ്പോഴോ അവിടെ ചെന്ന് പടക്കം പൊട്ടിച്ചാണ് എൻ്റെ ദേഷ്യം തീർക്കുന്നത്. അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന ശരിയാണെന്നല്ല, മാലയിടുന്നത് ശരിയാണെന്നല്ല, പാലഭിഷേകം വേണമെന്നല്ല, അവരുടെ ജീവിതത്തിലെ വേദന അവർ അയവിറക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വേദന കടിച്ച് പിടിച്ചു പോവുകയാണ്. അങ്ങനെ 150 ദിവസം ജയിലിൽ കിടന്നിട്ട് വെളിയിൽ വരുമ്പോൾ ആരും നമ്മളെ സ്വീകരിക്കാനുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് പോകും. ഇന്നും തിരിച്ച് വീട്ടിൽ പോകുമ്പം മക്കൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അച്ഛനെന്ന് പറയാനൊരു മടി, അല്ലെങ്കിൽ ഭർത്താവെന്ന് പറയാനൊരു മടി, സഹോദരൻ എന്ന് പറയാനൊരു മടി. നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്ത്, സ്വന്തം എൻ്റെ എനിക്ക് സഹോദരനില്ല, ഒരു സഹോദരൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ ഇതേപോലെ 150 ദിവസം ഒരു റേപ്പ് കേസിനകത്ത് തീർന്നിട്ട് വന്നതാണ്. നാളെ എൻ്റെ ഓഫീസിലൊരു ഫംഗ്ഷൻ, എൻ്റെ CEO വരികയാണ്, ഞാൻ വിളിക്കൂ, എന്തിനു റിസ്ക് എടുക്കുന്നത്? ആ സ്ഥലത്ത് എൻ്റെ പേരും കൂടെ ചീത്തയാവുന്നത് എന്തിനാണ്? ഇവൻ വ്യാജ കേസിലാണ് കിടന്നത്, ഇവന് ജീവിതത്തിൽ ഇനി എന്താ ഉള്ളത്? ജോലി കിട്ടുന്നില്ല, ബാക്കി വീട്ടുകാർ വിളിക്കുന്നില്ല. ഈ രീതിയിൽ അവരുടെ ജീവിതം തകർന്നു പോകണം. അവരുടെ എക്സ്ട്രീം റിയാക്ഷൻ വരാറുണ്ട്. ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തീവ്ര റിയാക്ഷൻ വരുന്നുണ്ട്. ഐ എം അപ്പോളജറ്റിക് ഫോർ ദാറ്റ്. പക്ഷേ അത് പറയുന്നതേ ജീവിതത്തിൻ്റെ വിഷമത്തിൽ നിന്ന് വരുന്നതാണ്, ആ ദേഷ്യത്തിൽ നിന്ന് വരുന്നതാണ്, ആരോടും പറയാനില്ലല്ലോ എന്ന് തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ്. ഈ വെറുതെ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ അയച്ചു തരാം. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയയിലെ വ്യക്തി, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയുണ്ട്, 7 വർഷം ജയിലിൽ കിടന്നു. 7 വർഷം ജയിലിൽ കിടന്നു. 12ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മയക്കുമരുന്ന് കൊടുത്തു, പീഡിപ്പിച്ചു, പ്രഗ്നൻ്റ് ആക്കി അബോർട്ട് ചെയ്തു. 7 വർഷം ജയിലിൽ കിടന്നു. 6 മാസം ഇയാളുടെ ഭാര്യയും കിടന്നു, തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഈ പെൺകുട്ടി അബോർട്ട് ചെയ്തിട്ടില്ല. സ്കൂളിലെ എന്തോ ലോക്കൽ പ്രശ്നത്തിന് സാറിന് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുപക്ഷെ ആ കുട്ടി പോലും അറിയുന്നുണ്ടാവില്ല ഇതിൻ്റെ ഗ്രാവിറ്റി. ഏതെങ്കിലും കൂട്ടുകാർ വന്ന് മാർക്ക് കുറയുന്നോ, പ്രോജക്റ്റ് കുറയുന്നോ, എതിർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ കൊടുത്തായിരിക്കും. ഇയാളുടെ 7 വർഷം. രാം തിവാരി പോക്സോ അക്വിറ്റഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ ഇത് കിട്ടും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴേ പാലഭിഷേകത്തിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ പാലഭിഷേകം നടത്തി അല്ലേ? ഈ ഇന്ത്യൻ ഭരണഘടനയാണ്, ഒരു വ്യക്തിയല്ല, ഒരു ജഡ്ജല്ല ആ നിയമം നടപ്പിലാക്കിയത്. ഒരു ജഡ്ജിനെ നിങ്ങൾ ഒരു പാലഭിഷേകം നടത്തുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയാണ് പോലീസ് വരെ അവിടെ നിന്ന് ചോദ്യം ചെയ്തത്. ആ സമയം നിങ്ങളൊരു ഭരണഘടനയാണ് നടപ്പിലാക്കുക, ആ ഭരണഘടനയ്ക്ക് മുമ്പിൽ ഒരു പൂവിട്ട് ആരാധിച്ചാൽ പോലും ഒരു പോലീസും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാണുന്ന ഒരു വ്യക്തിയാണ്. അതല്ല, ഒരു വ്യക്തികളെ ആരാധിക്കുന്നില്ല. ഒരു ജഡ്ജി ഒരു സ്ഥാനം നിയമം നടപ്പിലാക്കിയപ്പോൾ അവിടെ പാലഭിഷേകം ചെയ്തത് തെറ്റാണെന്ന് ഞാൻ കാണുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടന, തങ്ങളൊരു നിയമ വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആളാണ്, ആ ഭരണഘടനയാണ് നിങ്ങളൊരു പൂട്ട് ആരാധിക്കുന്നതെങ്കിൽ അവിടെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. തീവ്ര ഫെമിനിസ്റ്റുകൾ അപ്പം എന്ത് പറയുന്നറിയോ? ഭരണഘടനയെ നിങ്ങൾ പൂജാപാത്രമാക്കി മാറ്റാൻ നോക്കുകയാണ്, പൂവെടുക്കുന്ന ബ്രാഹ്മണിക്കൽ സവർണാധിപത്യം കൊണ്ടുവരികയാണെന്ന് പറയും. ഇത് കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതാണ്. അവിടെ ബഷീർ സാറിന്റെ നല്ലൊരു വിധിയാണ്. ബഷീർ സാറിന്റെ വിധിന്യായം വളരെ ആഴത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മ ചെയ്ത എല്ലാ കുറ്റങ്ങളും പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഭരണഘടനയാണ്, ബഷീർ സാറിന്റെ ഒരു വിധിയല്ല, ഭരണഘടനയുടെ വിധിയാണ്. ആ ജഡ്ജി കൂടെ ഉണ്ടല്ലോ, നേരെ കമാൽ പാഷ് സാറാണ് അവിടെ ഇരുന്നെങ്കിൽ എന്ത് പറയാ? കമാൽ പാഷ് സാറിനെ മോശമാക്കിയിട്ടില്ലോട്ടോ, വലിയ മനുഷ്യനാണ്. കമാൽ പാഷ് സാർ ഉണ്ടെങ്കിൽ എന്ത് പറയായിരുന്നു? അവനും ഭാഗത്ത് തെറ്റുണ്ടെന്ന്. അവന്റെ തെറ്റെന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു കുടിച്ചു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.